അടുത്തതായിട്ട് 63-ാമത്തെ ശ്ലോകം. ശുഭാംഗശാന്തിത സൃഷ്ട കുമുദ കുവലേശയ ഗോഹിതോ ഗോപതുർഗോപ്ത വൃഷഭാക്ഷോ വൃഷപ്രിയ. ഇതിലെ നാമങ്ങൾ ശുഭാംഗ, ശാന്തിദ, സ്രഷ്ട, കുമുദ, കുവലേശയ, ഗോഹിത, ഗോപതി, ഗോപ്ത, വൃഷഭാക്ഷ, വൃഷപ്രിയ. ഇങ്ങനെ 10 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. അതിലെ ആദ്യത്തെ നാമം 593-ാമത്തെ നാമം ശുഭാംഗ. ശുഭാംഗ, ശുഭാംഗ ശബ്ദത്തിന് ശുഭങ്ങളായിട്ടുള്ള അംഗങ്ങളോട് കൂടിയവൻ എന്നാണ് അർത്ഥം. ശുഭങ്ങളായിട്ടുള്ള അംഗങ്ങൾ. ഏതാണ് ആ അംഗങ്ങൾ എന്ന് നോക്കാം. ഭാഷകാരൻ പറയുന്നു ഇപ്രകാരം: തൻ്റെ ഭക്തിയാലും ഭാവനയാലും ശുഭങ്ങളായ യമം തുടങ്ങി സമാധി വരെയുള്ള അഷ്ടാംഗങ്ങൾ ഭഗവാനിൽ നിന്നും വരുന്നു എന്നതിനാൽ ശുഭാംഗ എന്ന് നാമം. അഷ്ടാംഗങ്ങളാണ് ഈ ശുഭാംഗങ്ങൾ. അഷ്ടാംഗങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള അഷ്ടാംഗ യോഗത്തിലെ 8 അംഗങ്ങൾ. ഇപ്രകാരം തൻ്റെ ഭക്തിയാലും ഭാവനയാലും ശുഭങ്ങളായ യമം തുടങ്ങി സമാധി വരെയുള്ള അഷ്ടാംഗങ്ങൾ ഭഗവാനിൽ നിന്നും വരുന്നു. ഭഗവാൻ അനുഗ്രഹിക്കുമ്പോൾ മാത്രം ആണ് ഈ അഷ്ടാംഗങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും അഷ്ടാംഗങ്ങളിലൂടെ പോയി പരമമായിട്ടുള്ള പദത്തിലേക്ക് എത്താനും സാധിക്കുക. അത് നമ്മൾ ഇതിനു മുമ്പ് കേട്ടു. ഭക്തി ഉണ്ടെങ്കിൽ മാത്രമാണ്. ഭക്തി എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഭക്തി എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. അതൊരു അനുരാഗം എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. ഈശ്വരനോടുള്ള അനുരാഗം എന്നുള്ള അർത്ഥത്തിലല്ല ഭക്തി എന്നുള്ള വാക്കിന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ ആഗ്രഹങ്ങളും ഒടുങ്ങി, മാനസികമായിട്ടുള്ള വ്യാപാരങ്ങൾ മുഴുവൻ ഒടുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തി ഉണ്ടാകുമ്പോൾ ആ ഭക്തി കൊണ്ടും ഭാവന കൊണ്ടും ഈശ്വരനെ ഭാവന ചെയ്യുന്നതിലൂടെയും ഈശ്വരനിലുള്ള ഭക്തിയിലൂടെയും സഞ്ചരിക്കുമ്പോൾ യമം തുടങ്ങി സമാധി വരെയുള്ള അഷ്ടാംഗങ്ങൾ ഭഗവാനിൽ നിന്നും വരുന്നു. അപ്പൊ അതായത് ഈശ്വരനെ അറിയാനുള്ള യോഗമാർഗം ഈശ്വരനിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ അഷ്ടാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. ഇങ്ങനെ 8 അംഗങ്ങൾ. ഈ 8 അംഗങ്ങൾ ഈശ്വരൻ തന്നെ അറിയാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മാർഗങ്ങളാണ്. അത് ഈശ്വര ഭക്തിയുള്ളവർക്ക് ആണ് ലഭിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഭഗവാന് ഈ 8 അംഗങ്ങളോട് കൂടിയത് കൊണ്ട് ശുഭാംഗ എന്ന് നാമം. ആ ഭഗവാൻ തന്നെയാണ് തന്നോട് ചേർന്ന് ഒന്നാവുന്നവരുടെ യോഗക്ഷേമത്തെ ഉണ്ടാക്കുന്നത്, യോഗക്ഷേമത്തെ വഹിക്കുന്നത്. സഹി സ്വയോഗ യോഗക്ഷേമ വഹഹ. തന്നോട് ചേർന്നവരെ, സ്വയോഗം, തന്നെ അറിയണമെന്ന് ആഗ്രഹിച്ച് തന്നോട് ചേർന്ന ആളുകളുടെ യോഗക്ഷേമത്തിനെ വഹിക്കുന്നത്, യോഗക്ഷേമത്തെ ചെയ്യുന്നത് ഭഗവാനാണ്. യോഗം, ക്ഷേമം. ഭഗവത്ഗീതയിലെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് യോഗക്ഷേമം വഹാമ്യഹം. അതായത് യോഗക്ഷേമം എന്ന് പറഞ്ഞാൽ അപ്രാപ്യസ്യ പ്രാപണം യോഗം, പ്രാപ്തസ്യ രക്ഷണം ക്ഷേമം. ഇതാണ് യോഗക്ഷേമങ്ങളുടെ അർത്ഥം. അതായത് നമുക്ക് പ്രാപിച്ചിട്ടില്ലാത്ത ഒന്നിനെ പ്രാപിക്കുക എന്നുള്ളതാണ് യോഗം. നമ്മളിലേക്ക് വന്നു ചേരുന്ന, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് യോഗം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് ക്ഷേമം. അപ്പൊ ഈ യോഗത്തിൻ്റെയും ക്ഷേമത്തിനെയും വഹിക്കുന്നത് ഭഗവാനാണ്. ആരുടെ? സ്വയോഗ, തന്നോട് കൂടി തൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ളത് സ്വയോഗം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പല നാമങ്ങളിലൂടെയും കേട്ട പോലെ എപ്പോഴാണോ ഈശ്വരനിൽ നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മൾ ഈശ്വര സമർപ്പണമായി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈശ്വരനാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ, അതാണ് ഈശ്വരനുമായിട്ടുള്ള യോഗം. അങ്ങനെ യോഗം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നവരുടെ യോഗക്ഷയും ക്ഷേമത്തെയും ഭഗവാൻ വഹിക്കുന്നു.
അങ്ങനെ ഈ അഷ്ടാംഗങ്ങളോട് കൂടിയിട്ടുള്ള അഷ്ടാംഗങ്ങളാകുന്ന ഈ ശുഭങ്ങളായിട്ടുള്ള 8 അംഗങ്ങൾ ഭഗവാനിൽ നിന്നാണ് വരുന്നത് എന്നതുകൊണ്ട് ഭഗവാന് ശുഭാംഗ എന്ന് നാമം. അടുത്ത 594 നാമം ശാന്തിദഹ. ശാന്തിദഹ, ശാന്തിയെ തരുന്നവൻ. ഭാഷകാരൻ പറയുന്നു, ഇപ്രകാരം ഭഗവാനിൽ ഭക്തി ജനിച്ചവരിൽ വീണ്ടും ജനിക്കാതിരിക്കുന്നതും ഭവരോഗം ഇല്ലാത്തതായതുമായ സായുജ്യ രൂപമാകുന്ന ശാന്തിയെ കൊടുക്കുന്നു എന്നതിനാൽ ശാന്തിദഹ എന്ന നാമം. ഇപ്പൊ ശാന്തിയെ കൊടുക്കുന്നു ഭഗവാൻ. എപ്രകാരമുള്ള ശാന്തി? വീണ്ടും ജനിക്കാതിരിക്കുന്നതും അപ്രതിപ്രസവ, വീണ്ടും ജനിക്കാതിരിക്കുന്നതും ഭവരോഗം ഇല്ലാത്തതുമായ നിർമൂലിത ഭവോപപ്ലവം, ഭവരോഗം മുഴുവനായിട്ടും ഇല്ലാതായതും വീണ്ടും ജനിക്കാതിരിക്കുന്നതായിട്ടുള്ള സായുജ്യമാകുന്ന ഭഗവാൻ. സായുജ്യം എന്ന് പറഞ്ഞാൽ ഭഗവാനോട് ചേരുന്നത്. ഈ ഭഗവാനുമായിട്ട് ചേരുന്നതാണ് സായുജ്യം. അങ്ങനെ ആ സായുജ്യ രൂപമാകുന്ന ശാന്തി, ആ ശാന്തിയെ കൊടുക്കുന്നവൻ ആണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് ശാന്തിദഹ എന്ന് നാമം. എങ്ങനെയുള്ള ആളുകളിൽ? ഭഗവാനിൽ ഭക്തി ജനിച്ചവരിൽ. നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഭക്തി, ആ ഭക്തി ഉണ്ടായാൽ ഈ പറയുന്ന അഷ്ടാംഗ യോഗമാർഗങ്ങളെ ഒക്കെ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അത് മാർഗങ്ങളിൽ ഒന്നാണ്. അങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട്. അഷ്ടാംഗയോഗ മാർഗവും ഭഗവാൻ തന്നെയാണ്, ഭഗവാനിൽ നിന്ന് തന്നെയാണെന്നാണ് പറഞ്ഞത് നേരത്തെ. അപ്പം അങ്ങനെ ഭഗവാനിൽ ഭക്തി ജനിച്ചവരിൽ ഈ പറയുന്ന ഭവരോഗം ഇല്ലാതാവും, വീണ്ടും ജനിക്കാതിരിക്കും. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ നമ്മൾ ജനിച്ചു എന്നൊരു ബോധമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ബോധം ഇല്ലാതാകും. ജനിച്ചു എന്നുള്ള ബോധം ഇല്ലാതാകുന്നത് കൊണ്ട് പോലെ തന്നെ നമ്മൾ മരിക്കുമെന്നുള്ള ബോധവും അപ്പോൾ ഇല്ലാതാകും. അപ്പോൾ അങ്ങനെ ജനിച്ചവരിൽ വീണ്ടും ജനിക്കാതിരിക്കുന്നത് ഭവരോഗമില്ലാത്തതുമായ സായുജ്യ രൂപമാകുന്ന, അപ്പോൾ ഭഗവാനുമായിട്ട് ഒന്നായി ചേരുന്ന ആ പരമമായിട്ടുള്ള ശാന്തിയെ ഭഗവാൻ കൊടുക്കുന്നു. അതുകൊണ്ട് ഭഗവാന് ശാന്തിദഹ എന്ന് നാമം. അടുത്ത 500 തുടർന്ന് പറയാണ്. വിശ്വസ്യൈകം പരിവേഷ്ടിതാരം ജ്ഞാത്വാ ശിവം ശാന്തിമത്യന്തമേതി. ഉപനിഷത്ത് വചനങ്ങളിലെ പറയാണ് ഭാഷ്യകാരൻ. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഈ വിശ്വത്തിൻ്റെ മംഗളകരമായതിനെ അറിഞ്ഞാൽ ആത്യന്തികമായ ശാന്തിയെ പ്രാപിക്കുന്നു. വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഏറ്റവും മംഗളകരമായിട്ടുള്ള ഈ പരമ ഈശ്വര ചൈതന്യത്തെ അറിഞ്ഞാൽ ആ അറിയുന്നയാൾ ആത്യന്തികമായ ശാന്തിയെ പ്രാപിക്കുന്നു. എല്ലാത്തിനെയും അകത്തും പുറത്തും എല്ലാ കാലത്തിലും ഇതിനു മുമ്പ് അനന്തമായിട്ട് തീർന്നു പോയിട്ടുള്ള നമ്മുടെ പുറകിലുള്ള കാലവും ഇനി വരാൻ നിൽക്കുന്ന അനന്തമായിരിക്കുന്ന കാലവും, ആ 2 കാലങ്ങളിലും, കാലസത്യത്തിൽ 2 നമ്മൾ വ്യാവഹാരികമായിട്ട് പറയുന്നു എന്ന് മാത്രം, ആ കാലങ്ങളിലും ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന നമ്മൾക്ക് ചുറ്റുമുള്ള ഈ ലോകത്ത് എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന വിശ്വത്തിൻ്റെ മംഗളകരമായതിനെ, ഈ വിശ്വം എന്ന് പറയുമ്പോൾ അത് ഈ സ്പേസ് മാത്രമല്ല, അത് ടൈമും വരും. വിശ്വം എന്ന് പറഞ്ഞാൽ ഇതുവരെ മാറ്റം വന്നിട്ടുള്ള, ഇനിയും ഇതുവരെ അനേകം മാറ്റം വന്ന് ഇതുവരെ എത്തി നിൽക്കുന്ന, ഇനിയും അനേകം മാറാൻ സാധ്യതയുള്ള ഈ കാണുന്ന പ്രപഞ്ചം. അപ്പോൾ വിശ്വം എന്ന് പറയുന്നത് ഈ സ്ഥലം മാത്രമല്ല, കാലവും വിടും. അങ്ങനെയുള്ള വിശ്വത്തിൻ്റെ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ഏറ്റവും മംഗളകരമായതിനെ അറിഞ്ഞാൽ, ആ ഈശ്വര ചൈതന്യത്തെ അറിഞ്ഞാൽ ആത്യന്തികമായ ശാന്തിയെ പ്രാപിക്കുന്നു. മത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യതി ശാശ്വതം. ഭഗവാൻ പറയണം, എൻ്റെ പ്രസാദം കൊണ്ട് പരമമായ ശാന്തിയും ശാശ്വതമായ സ്ഥാനവും ലഭിക്കുന്നു.
എൻ്റെ പ്രസാദം കൊണ്ട്, എൻ്റെ അനുഗ്രഹം കൊണ്ട്, എൻ്റെ ഈ അറിവ് കൊണ്ട് ഏറ്റവും പരമമായ ശാന്തിയും ശാശ്വതമായ സ്ഥാനവും ലഭിക്കുന്നു. ശാശ്വതമായ സ്ഥാനം എന്ന് പറയുന്നത് വേറൊന്നല്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ജനിച്ചിട്ടില്ല എന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ ഞാൻ മരിക്കുകയില്ല എന്നുള്ള ബോധവും ഉണ്ടാകും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുക നമ്മളെപ്പോഴും നിത്യനായിരുന്നു എന്നുള്ളത്. ഞാൻ ഈ കാണുന്ന വിശ്വത്തിൻ്റെ ഭാഗമായിട്ട് നിത്യനായിരുന്നു എന്നുള്ളത്. അതാണ് ശാശ്വതമായ സ്ഥാനം. അത് ലഭിക്കുന്നു. തുടർന്ന് പറയുന്നു, തമീശാനം വരദം ദേവമീഡ്യം നിചായ്യ ആത്മാനം ശാന്തി അത്യന്തമേതി. വീണ്ടും ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ച്. ആരാണോ എല്ലാവരെയും രക്ഷിക്കുന്നവനായവനും വരങ്ങളെ നൽകുന്നവനും ദേവന്മാരാൽ പോലും വന്ദിക്കപ്പെടുന്നവനും ആയതിനെ മനസ്സിലാക്കുന്നത്, അയാൾ ആത്യന്തികമായ ശാന്തിയെ പ്രാപിക്കുന്നു. ഭഗവാന്റെ വിശേഷണങ്ങളാണ്. അപ്പം ഇപ്രകാരമുള്ള തൻ്റെ ശാന്തിയെ തൻ്റെ ഭക്തന്മാർക്ക് നൽകുന്നു എന്നതിനാൽ ശാന്തിദഹ എന്ന് നാമം. അടുത്തത് 595 നാമം, സ്രഷ്ട. ഭാഷകാരൻ പറയുന്നു, ഇപ്രകാരം മുമുക്ഷുക്കളെ മോചിപ്പിക്കുകയും സൃഷ്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് പുരാതനമായി നിലനിൽക്കുന്ന കർമ്മവൈചിത്ര്യങ്ങളുടെ സമൂഹങ്ങളാൽ യോജിപ്പിക്കുകയും ചെയ്യുന്നു എന്നതിനാൽ സ്രഷ്ട എന്ന് നാമം. ഭഗവാൻ സ്രഷ്ടാവാണ്. 2 തരത്തിലുള്ള ആളുകളെ 2 രീതിയിൽ ഈശ്വരൻ അനുഗ്രഹിക്കുകയാണ്. 2 തരത്തിലുള്ള ഭക്തന്മാരെ ഭഗവാൻ 2 രീതിയിൽ അനുഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത് മുമുക്ഷുക്കൾ. ഈ പറയുന്ന ഈ ലോകത്ത് ജീവിച്ച് ലോകത്തിലെ ഭോഗങ്ങളെ ഭുജിക്കണം എന്ന ആഗ്രഹമില്ലാത്തവർ, പരമമായിട്ടുള്ള ഈശ്വരന ചൈതന്യത്തെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇപ്രകാരം മുമുക്ഷുക്കളെ മോചിപ്പിക്കുകയും അങ്ങനെ അവർക്ക് ആ മോക്ഷം കിട്ടുകയും അവരെ ഈ പറയുന്ന സംസാര ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സൃഷ്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഭോഗങ്ങളെയും അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, സൃഷ്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് പുരാതനമായി നിലനിൽക്കുന്ന കർമ്മവൈചിത്ര്യങ്ങളുടെ സമൂഹങ്ങളാൽ യോജിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ പറയുന്ന പുരാതനമായി നിലനിൽക്കുന്ന കർമ്മവൈചിത്ര്യങ്ങൾ ബാധകങ്ങളാണ്. ഈ പുരാതനമായി നിലനിൽക്കുന്ന കർമ്മവൈചിത്ര്യങ്ങൾ കാരണമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും സ്വഭാവം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് എന്തുകൊണ്ട് ഒരാൾ ഇപ്രകാരം ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിന് ഇങ്ങനെയാണ് ഭാരതീയ മഹർഷിമാർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ജനിക്കുന്നു, നമ്മളുടെ മസ്തിഷ്കം, നമ്മളുടെ ശരീരം മുഴുവൻ ഒരു പ്രത്യേക രീതിയിൽ ജനിച്ചിട്ടുണ്ട്. നമുക്ക് ചില ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. നമുക്ക് ചില എന്താ പറയുക, ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. നമുക്ക് ചിലത് ഇഷ്ടമാണ്, ചിലത് ഇഷ്ടമല്ല, ചിലത് ചെയ്യാൻ നമുക്ക് പാടില്ല, ചിലത് ചെയ്യാം എന്നുള്ള അങ്ങനെയൊക്കെയുള്ള നമ്മുടെ സ്വഭാവങ്ങളുണ്ട്. ഈ സ്വഭാവം മുഴുവൻ രൂപീകൃതമായിരിക്കുന്നത് ചിരന്തന കർമ്മവൈചിത്ര പരികരങ്ങളാണ്. ചിരന്തനമായിട്ടുള്ള, നിത്യമായിട്ടുള്ള, പണ്ട് മുതൽക്കേയുള്ള ഒരുപാട് പഴക്കമുള്ള കർമ്മവൈചിത്ര്യങ്ങൾ, കർമ്മങ്ങളുടെ സംസ്കാരങ്ങൾ കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ബന്ധിപ്പിക്കുന്നു. അപ്പം നമ്മൾ ഈ ലോകത്ത് ഭോഗം അനുഭവിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് സുഖദുഃഖങ്ങളാകുന്ന ഈ പ്രപഞ്ചത്തിലൂടെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഭഗവാൻ ഓൾറെഡി നമ്മളിൽ വെച്ചിട്ടുള്ള ചില സ്വഭാവ വൈചിത്ര്യങ്ങളുണ്ട്. ഈ സ്വഭാവ വൈചിത്ര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പുരാതനമായി നിലനിൽക്കുന്ന കർമ്മങ്ങളുടെ സഞ്ചയമാണ്. ആ കർമ്മങ്ങളുടെ സഞ്ചയത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് നല്ലതാണെങ്കിലും ശരി, ചീത്തയാണെങ്കിലും ശരി. അങ്ങനെ ഈ പറയുന്ന ലോകത്തിൽ നമ്മളെ യോജിപ്പിക്കുന്നു, കർമ്മങ്ങളാൽ യോജിപ്പിക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഈ പറയുന്ന ലോകത്തെ കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് ഈ ലോകത്തെ ഭുജിച്ച്, അത് നല്ലത് മാത്രമൊന്നുമല്ല, ചീത്തയും.
ഈ ചീത്ത കർമ്മങ്ങൾ, അതായത് മോശം കർമ്മങ്ങൾ, മോശം അനുഭവങ്ങൾ എന്ന് പറയുന്നത് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ നമുക്ക് ആവശ്യമുള്ളതാണ്. നമുക്ക് കേവലം സുഖങ്ങൾ മാത്രമാണ് അനുഭവിക്കുക എങ്കിൽ, അതായത് ഭോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുക സുഖം മാത്രമാണ് എങ്കിൽ അത് നമ്മളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് നന്നല്ല. എപ്പോഴും സുഖ സമ്മിശ്രമാകുമ്പോൾ മാത്രമേ നമ്മളുടെ ശാരീരിക മാനസിക ആരോഗ്യം നന്നായിരിക്കുള്ളൂ. അപ്പം അതൊക്കെ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ചിരന്തരമായിട്ടുള്ള നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള സംസ്കാരങ്ങൾ ആണ് നിശ്ചയിക്കുന്നത്. അങ്ങനെ നിശ്ചയിച്ചിട്ട് നമ്മളെ ഈ ലോകത്ത് നയിക്കുന്നു. മുക്തി വേണമെന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുക്തി കൊടുക്കുന്നു. അഥവാ ഭോഗം വേണം, ഈ പ്രപഞ്ചത്തെ ഭോജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനും അവസരം ഒരുക്കി കൊടുക്കുന്നു. ഇങ്ങനെ രണ്ടിനും ഭഗവാൻ അവസരം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതിനാൽ ഭഗവാന് സ്രഷ്ട എന്ന് നാമം. അടുത്തത് 596 നാമം കുമുദഹ. കുമുദ ഭാഷകാരൻ പറയുന്നത് കേൾക്കാം. ഇപ്രകാരം സ്രഷ്ടമായ ബ്രഹ്മം തുടങ്ങി പുൽക്കൊടി വരെയുള്ള ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള ജീവന്മാരുടെ ശബ്ദസ്പർശം തുടങ്ങിയുള്ള ഭോഗങ്ങൾക്കായുള്ള ഭൂമിയാണ് കുഹു എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കുമുദഹ എന്നുള്ളതിനെ ഭാഷകാരൻ 2 രീതിയിൽ അതിനെ വിഭജിച്ചിരിക്കുന്നു. ആ വാക്ക് കുഹു മുദഹ. കുഹു കു എന്നുള്ള വാക്കിന് എന്താണ് അർത്ഥം? സ്രഷ്ടമായിട്ടുള്ള ഉണ്ടായിട്ടുള്ള ബ്രഹ്മം തുടങ്ങി പുൽക്കൊടി വരെയുള്ള ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള ജീവന്മാരുടെ ശബ്ദസ്പർശം തുടങ്ങിയുള്ള ഭോഗങ്ങൾക്കായുള്ള ഭൂമി. മനുഷ്യന്മാര് മാത്രമല്ല, മൃഗങ്ങൾ, ഷഡ്പദങ്ങൾ, മറ്റ് ചെറിയ ജീവികൾ, സ്ഥൂല സൂക്ഷ്മ ജീവികളെല്ലാം, അത് മരങ്ങൾ, പുഴകൾ തുടങ്ങിയിട്ടുള്ള എല്ലാം ഈ എല്ലാത്തിനും, എല്ലാ ജീവന്മാരുടെയും ശബ്ദസ്പർശം തുടങ്ങിയിട്ടുള്ള ഭോഗങ്ങളായിട്ടുള്ള ഭൂമി. നമ്മുടെ എല്ലാവരുടെയും ഭോഗഭൂമിയാണിത്. നമ്മൾ ഈ ഭോഗഭൂമിയിൽ ഒറ്റയ്ക്കാണ്. നമ്മൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. നമ്മൾക്ക് ഭുജിക്കാനുള്ള ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ എൻ്റെ ലോകത്തെ ഒബ്ജക്റ്റുകളാണ് നിങ്ങൾ ഓരോരുത്തരും. എനിക്ക് ചുറ്റുമുള്ള ഓരോ വസ്തുക്കളും നിങ്ങളുടെ ലോകത്തെ ഒബ്ജക്റ്റാണ് ഞാൻ. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഭോഗഭൂമിയുണ്ട്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പഞ്ചജ്ഞാന കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട്, ദശേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഈ ലോകം, അതാണ് നമ്മുടെ ഭോഗഭൂമി. അതേസമയം ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കാത്ത ജീവികളുണ്ട്. കണ്ണ് ഇല്ലാത്ത, നാക്കില്ലാത്ത, അവരവരുടേതായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ, എല്ലാ ഇന്ദ്രിയങ്ങളും ഇല്ലാത്ത ജീവികളുണ്ട്. ആ ജീവികളുടെയും ഭോഗഭൂമിയുണ്ട്. അങ്ങനെ ജീവവൈചിത്ര്യങ്ങളുടെ ഭോഗഭൂമിയായിട്ട് ഭഗവാൻ എല്ലാത്തിനും അനുഭവിക്കാൻ ഇവിടെ കാര്യങ്ങൾ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഈ ലോകത്ത് കണ്ണുകൊണ്ട് കാണാനും, കാതുകൊണ്ട് കേൾക്കാനും, മൂക്കുകൊണ്ട് മണക്കാനും, നാക്കുകൊണ്ട് രുചിക്കാനും, ത്വക്കുകൊണ്ട് സ്പർശിക്കാനുമുള്ള ഭോഗഭൂമി നമുക്ക് ചുറ്റുമുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭഗവാൻ. അത് നമ്മൾ മനുഷ്യരെന്നുള്ള രീതിയിലുള്ള ആളുകൾക്ക്, ഇനി മനുഷ്യർക്കല്ല മറ്റുള്ള ജീവികൾക്കും ഉണ്ട്. ഇതുപോലെ എല്ലാ ജീവികൾക്കും ഭോഗഭൂമിയുണ്ട്. ശബ്ദം സ്പർശം തുടങ്ങിയിട്ടുള്ള രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ ആളുകൾക്കുള്ള ഈ ഭൂമിയുണ്ട്. ആ ഭൂമിയാണ്, ഈ ഭോഗഭൂമിയാണ്, ഈ പറയുന്ന ഭോഗത്തിനുള്ള ഭൂമിയാണ് കു എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. അവിടെ ഭോക്താക്കളെ ഭുജിപ്പിച്ചതിനു ശേഷം സ്വയം ആനന്ദിക്കുന്നു എന്നതിനാൽ കുമുദഹ എന്ന് നാമം. കുഹു മോദതി ഇതി കുമുദഹ. അപ്പോൾ ഈശ്വരൻ നമുക്ക് ഇന്ദ്രിയങ്ങൾ തന്നിട്ടുണ്ട്. അതത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാനുള്ള ഭോഗ്യങ്ങളും പുറത്തു തന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ 2 വസ്തുക്കളെ കൊണ്ടും അവർക്ക് ആനന്ദത്തെ കൊടുക്കുന്നു. നമുക്ക് കണ്ണ് തന്നിരിക്കുന്നു, മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് ഈ കാണുന്ന കാഴ്ചകൾ കണ്ട് നമ്മൾ ആനന്ദിക്കുന്നു. ആ ആനന്ദത്തിൻ്റെ കൂടെ ഭഗവാനും ആനന്ദിക്കുന്നു. അതായത് ഭോക്താക്കളെ ഭുജിപ്പിച്ചതിന് ശേഷം, നമ്മളെ കണ്ണുകൊണ്ട്
കാണിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആനന്ദിക്കുമ്പോൾ ഭഗവാനും ആനന്ദിക്കുന്നു. നമുക്ക് രസിക്കാൻ നമുക്ക് പലതരത്തിലുള്ള മണങ്ങൾ ലോകത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ മണം നമ്മൾ അനുഭവിക്കുന്നു. ആ അനുഭവിക്കുന്നതോടുകൂടി ഭഗവാൻ അത് ആനന്ദിക്കുന്നു. അപ്പം നമ്മളുടെ ഓരോ അനുഭവങ്ങളും, നമ്മളുടേന്ന് മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള ഓരോ ജീവികളുടെയും അനുഭവങ്ങളും ആ അനുഭവങ്ങൾ ഉണ്ടാക്കിയ ഭഗവാൻ അനുഭവിക്കുകയും അതിലൂടെ ആനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഏറ്റവും തീവ്രമായിട്ടുള്ള വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ആ വേദന ഭഗവാനും അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും തീവ്രമായിട്ടുള്ള സന്തോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ വേദന, ആ സന്തോഷം ഭഗവാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇതിന് രണ്ട് ഭാഗത്തും ഭഗവാന് ആനന്ദമാണുള്ളത്. അതുകൊണ്ട് ഭഗവാന് കുമുദ എന്ന് നാമം. തുറന്നു പറഞ്ഞു, അനീശജ്ഞാത്മാ ബധ്യതേ ഭോക്തൃഭാവാത്. അനീശശ്ചാത്മാ ബധ്യതേ ഭോക്തൃഭാവാത്. ജീവാത്മാവ് ഭോക്തൃഭാവത്താൽ ബദ്ധനായിരിക്കുന്നു. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഭോക്താവാണ് എന്നുള്ള ഭാവത്താൽ ബദ്ധനാണ്. നമ്മളെല്ലാവരും ഈ ലോകത്തെ അറിയുന്നുണ്ട്, നമ്മൾ ഈ ലോകത്തെ അനുഭവിക്കുന്നുണ്ട്. ആ അനുഭവിക്കുന്നയാൾ എന്നുള്ളതിൽ നിന്നും നമുക്ക് മുക്തിയില്ല, നമ്മൾ ബദ്ധരാണ്. തുറന്നു പറയുന്നു, ജ്ഞാജ്ഞോ ഈശനീശൗ. ജ്ഞാജ്ഞോ ദ്വാവജാവീശനീശൗ. ജ്ഞ അജ്ഞൗ, അറിയുന്നവൻ അറിയാത്തവൻ. ദ്വൗ ജീവൗ ഈശൻ ഈശ അനീശൗ. അതായത് ജീവാത്മാവിനും പരമാത്മാവിനെയും കുറിച്ച് പറയാണ്. ജീവാത്മാവും പരമാത്മാവും ജനിക്കാത്തവരും. ദ്വൗ അജൗ, അതായത് ജ്ഞ അജ്ഞൗ ദ്വൗ അജൗ ഈശ അനീശൗ. ജീവാത്മാവും പരമാത്മാവും ജനിക്കാത്തവരും ഭരിക്കുന്നതുമാണ്. അതായത് പരമാത്മാവ്, ജീവാത്മാവ്, ഇത് രണ്ടും അജന്മാരാണ്, ജനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മരണമില്ല. ജീവാത്മാവിനും മരണമില്ല. ജീവാത്മാവ് പല പല രൂപങ്ങളിലൂടെ മാറിക്കൊണ്ടേയിരിക്കുന്നു, അതിന് മരണമില്ല. പരമാത്മാവിനും മരണമില്ല. അത് അറിയുന്നവനും അറിയാത്തവനുമാണ്. ജ്ഞ അജ്ഞൗ, അറിയുന്നവൻ പരമാത്മാവ്, അറിയാത്തവൻ ജീവാത്മാവ്. നമ്മൾ ഓരോരുത്തരും, നമുക്ക് സത്യത്തിൽ ഈശ്വരൻ ആണെന്നുള്ള ബോധമൊന്നുമില്ല, നമ്മൾ അറിയാത്തവരാണ്. പക്ഷെ നമ്മൾ അജന്മാരാണ്. പിന്നെ ഈശ അനീശവും. ഒന്ന് ഈശനാണ്, രണ്ട് ഈശനല്ല. ഈശൻ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നത്, നിയന്ത്രിക്കുന്നത്. അനീശൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കപ്പെടുന്നത്, ഭരിക്കപ്പെടുന്നത്. ഭരിക്കപ്പെടുന്നയാൾ, നിയന്ത്രിക്കപ്പെടുന്നയാൾ, നിയന്ത്രിക്കുന്നയാൾ അല്ലെങ്കിൽ ഭരിക്കുന്നയാൾ. ഇങ്ങനെ അതിൽ നിയന്ത്രിക്കുന്നയാളാണ് പരമാത്മാവ്, നിയന്ത്രിക്കപ്പെടുന്നയാളാണ് ജീവാത്മാവ്. ഇവർ രണ്ടുപേരും അജന്മാരാണ്, ജനിക്കാത്തവരാണ്. അവർ അറിവുള്ളവരും, അതിൽ പരമാത്മാവ് അറിവുള്ളവനും ജീവാത്മാവ് അറിവില്ലാത്തവനുമാണ്. അപ്പോൾ അതായത് ഈ പറയുന്ന ജീവാത്മാവിന് എല്ലാത്തിനും ഭോഗ്യഭൂമി ഉണ്ടാക്കി വെച്ചിട്ട് ആ ഭോഗം ജീവാത്മാവ് അനുഭവിക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുമ്പോൾ, ആ അനുഭവം സ്വയം അനുഭവിക്കുകയും അതിലൂടെ ആനന്ദപ്പെടുകയും ചെയ്യുന്നു ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് കുമുദഹ എന്ന് നാമം.